ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മലപ്പുറത്ത് H1N1 ബാധിച്ച ഒരാൾ മരിച്ചു. പൊന്നാനി സ്വദേശിയായ സ്ത്രീയാണ് മരിച്ചത്. 47 വയസ്സായിരുന്നു. തൃശൂർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മുബഷീർ പി അക്ബർ നൽകും വിശദാംശങ്ങൾ. മുബഷീർ, എപ്പോഴായിരുന്നു മരണം സംഭവിച്ചത്? മറ്റു വിവരങ്ങൾ. ശ്രുതി, ഇന്ന് രാവിലെയാണ് ഈ ഒരു സംഭവം ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. H1N1 ബാധിച്ചാണ് മധ്യവയസ്ക മരിച്ചത് എന്നുള്ളതാണ്. പൊന്നാനി സ്വദേശിയായ 47 വയസ്സുള്ള സ്ത്രീയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം പനി ബാധിച്ചതിനെ തുടർന്ന് ആദ്യഘട്ടത്തിൽ പൊന്നാനി താലൂക്ക് ആശുപത്രിയിലായിരുന്നു ഇവരെ പ്രവേശിപ്പിച്ചിരുന്നത്. തുടർന്ന് ആരോഗ്യസ്ഥിതി മോശമായതിനാൽ, ഗുരുതരാവസ്ഥയിലായതിനാൽ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. തൃശൂർ കുന്നംകുളത്തെ ഈ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നതിനിടെ ഇന്ന് പുലർച്ചെയാണ് മരണം സംഭവിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് H1N1 വൈറസ് ബാധിച്ചാണ് ഇത്തരത്തിലുള്ള മരണം എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ആരോഗ്യ വകുപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പൊന്നാനിയിൽ നേരത്തെ മലമ്പനി കൂടി സ്ഥിരീകരിച്ചൊരു പശ്ചാത്തലത്തിൽ പ്രതിരോധ നടപടികൾ ആരോഗ്യ വകുപ്പ് ഊർജിതമാക്കിയിട്ടുണ്ട്. അതിനിടയിലാണ് മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. 2 പേർക്കാണ് നേരത്തെ മലമ്പനി ആ ഒരു മേഖലയിൽ സ്ഥിരീകരിച്ചിരുന്നത്. എന്തായാലും മറ്റൊരു സംഭവം കൂടി ഉണ്ടായ പശ്ചാത്തലത്തിൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കാൻ തന്നെയാണ് ജില്ലാ ആരോഗ്യ വകുപ്പിന്റെ തീരുമാനം. ശ്രുതി, മുബഷീർ, മറ്റാർക്കെങ്കിലും H1N1 സ്ഥിരീകരിച്ച ഒരു സാഹചര്യമുണ്ടോ? നേരത്തെ 12ഓളം പേർക്ക് മലപ്പുറത്ത് H1N1 സ്ഥിരീകരിച്ചിരുന്നു എന്നൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്താണ് സാഹചര്യം? ശ്രുതി, നേരത്തെ മലപ്പുറം ജില്ലയിലെ മലയോര മേഖലകളിൽ സമാനമായുള്ള രോഗലക്ഷണങ്ങളുമായി ആളുകൾ ചികിത്സ തേടിയിരുന്നു. നിലമ്പൂരിലും ചുങ്കത്തറ ഭാഗത്തൊക്കെ തന്നെ ഈ നിലയിൽ H1N1 ബാധിച്ച ആളുകളുണ്ടായിരുന്നു. എന്നാൽ കൃത്യമായ പ്രതിരോധ ഊർജിതമായ നടപടികളിലൂടെ ഇവരുടെ ആ രോഗാവസ്ഥ മാറി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനിടയിലാണ് പൊന്നാനിയിൽ നിന്നും മറ്റൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ജില്ലാ ആരോഗ്യ വകുപ്പ് ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം നടത്തിയിട്ടില്ലെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. ആ നിലയിൽ തന്നെ ഇത് H1N1 ബാധ മൂലം സംഭവിച്ച മരണമാണ് എന്നുള്ളത് തന്നെയാണ് അവർ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും മഴയൊക്കെ തന്നെ ശക്തമായ സാഹചര്യത്തിൽ, മഴക്കാല രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു മരണം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ആ നിലയിൽ തന്നെ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കാനുള്ള ഒരു നിർദ്ദേശം സംസ്ഥാന തലത്തിൽ നിന്ന് തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ ആരോഗ്യ വകുപ്പിന്റെ യോഗം ഉൾപ്പെടെ ചേരാനും സാധ്യതയുണ്ട്. ഒരു മരണം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും പൊന്നാനിയിൽ മലമ്പനികൾ കൂടി റിപ്പോർട്ട് ചെയ്തൊരു സാഹചര്യമുണ്ട്. 2 സ്ത്രീകൾക്കാണ് പൊന്നാനിയിൽ നഗരസഭ പരിധിയിൽ മലമ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖലയിലെ ആളുകൾക്ക് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വീടുകൾ കയറി തന്നെ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണം നടക്കുന്നുണ്ട്. സ്മോക്കിംഗ് ഉൾപ്പെടെയുള്ള പ്രതിരോധ നടപടികളും ആ ഒരു മേഖലയിൽ നടന്നു വരികയാണ്. അത് വളരെ ഊർജിതമാക്കി തന്നെ നടത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റാർക്കും നിലവിൽ ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടില്ല. മലയോര മേഖലകളിൽ ഉൾപ്പെടെ കൃത്യമായ പ്രതിരോധ നടപടികൾ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു യോഗം അല്പം വൈകാതെ ചേരുമെന്നുള്ളതാണ് DMOയും ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ശ്രുതി.